നമസ്കാരം, സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിയ ഇരട്ടക്കൊല പതാക കേസ് ഹൈക്കോടതിയുടെ ജാമ്യം നേടിയ നേതാക്കൾക്ക് ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം. പെരിയ ഇരട്ടക്കൊല കേസിൽ കോടതി ശിക്ഷിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കാസർഗോഡ് വൻ കഞ്ചാവ് വേട്ട. കാറിൽ കടത്തുകയായിരുന്ന 30 കിലോ കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. സിറ്റി ഗ്യാസ് പദ്ധതി വഴി കാസർഗോഡ് ജില്ലയിലെ വീടുകളിലേക്ക് നേരിട്ട് പാചകവാതകം എത്തും. മാർച്ചിൽ അജാനൂർ പഞ്ചായത്തിൽ പദ്ധതി കമ്മീഷൻ ചെയ്യും. കാസർഗോഡിന്റെ കലോത്സവ താരം സച്ചു സതീഷിന് സ്വീകരണം. JK ജംഗ്ഷന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. അജാനൂർ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ 55ാം വാർഷികത്തിന്റെ നിറവിൽ സുവനീർ പുറത്തിറക്കി. പെരിയ SN കോളേജ് മലയാള വിഭാഗം ദൃശ്യകലാ പഠനത്തിന്റെ ഭാഗമായി ചാക്യാർകൂത്ത് അവതരിപ്പിച്ചു. പുതുക്കൈ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവം ഫെബ്രുവരിയിൽ നടക്കും. ജൈവ പച്ചക്കറിയുടെ വിളവെടുപ്പ് നടക്കും. വാർത്തകൾ വിശദമായി. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ഹൈക്കോടതിയുടെ ജാമ്യം നേടിയ KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് കാസർഗോഡ് ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം. പള്ളിക്കര, ഉദുമ, പാലക്കുന്ന് എന്നിവിടങ്ങളിലായിരുന്നു സ്വീകരണം. പെരിയ ഇരട്ടക്കൊല കേസിൽ ജാമ്യം നേടി ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ CPM നേതാക്കൾക്ക് ജില്ലയിൽ 3 സ്വീകരണം നൽകി. പള്ളിക്കര, പാലക്കുന്ന്, ഉദുമ എന്നിവിടങ്ങളിലാണ് ഹാരാർപ്പണത്തോടെ സ്വീകരണം നൽകിയത്. അതേസമയം CPM സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശപ്രകാരം പ്രകടനം നടത്തുന്നത് ഒഴിവാക്കി. മുൻ MLA KV കുഞ്ഞിരാമൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. ഹൈക്കോടതി നൽകിയ സ്റ്റേയുടെ അടിസ്ഥാനത്തിലാണ് CPM നേതാക്കൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ നേതാക്കളെ സ്വീകരിക്കാൻ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ, CPM സംസ്ഥാന സമിതി അംഗം സതീഷ് ചന്ദ്രൻ, M രാജഗോപാലൻ MLA, VV രമേശൻ, വിവിധ ഏരിയ സെക്രട്ടറിമാർ എന്നിവർ എത്തിയിരുന്നു. അപ്പീലിൽ അന്തിമ ഉത്തരവ് വരും വരെയാണ് ശിക്ഷയ്ക്ക് സ്റ്റേ. 5 വർഷം തടവും 10,000 രൂപ പിഴയുമായിരുന്നു കഴിഞ്ഞ ദിവസം CBI കോടതി ഇവർക്ക് ശിക്ഷ വിധിച്ചത്. കുറ്റകൃത്യം നടത്തിയ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിച്ചതായിരുന്നു ഇവർക്കെതിരെയുള്ള കുറ്റം. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമായിരുന്നു ശിക്ഷ. ഇവരും വൈകാതെ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചേക്കും. 1-ാം പ്രതി A പീതാംബരൻ ഉൾപ്പെടെ 10 പ്രതികൾക്കെതിരെ കൊലപാതകം, ഗൂഢാലോചന, നിയമവിരുദ്ധമായി സംഘം ചേരൽ, കലാപം സൃഷ്ടിക്കൽ, തടഞ്ഞുവെക്കൽ എന്നീ കുറ്റങ്ങളാണ് തെളിഞ്ഞത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയ ഇരട്ടക്കൊല കേസിൽ കോടതി ശിക്ഷിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സമരത്തിൽ പ്രതിഷേധമിരമ്പി. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും 100ഓളം പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് മാർച്ച് നടത്തിയത്. പെരിയ ഇരട്ടക്കൊല കേസിൽ കോടതി ശിക്ഷിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ ഉടൻ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു മാർച്ച്. ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ DCC വൈസ് പ്രസിഡന്റ് BP പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കോടതിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് നേതൃത്വം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നമുക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ കേസിനകത്ത് ശിക്ഷിക്കപ്പെട്ട വ്യക്തി എന്ന നിലയിൽ ഇനി അപ്പീൽ പരിഗണിച്ച് ആ അപ്പീലിലും തുടർന്നുണ്ടാകുന്നു. പിന്നീട് സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാലും ഈ ശിക്ഷ ശരിവെക്കും വരെ അവർക്കുള്ള ശിക്ഷ കുറഞ്ഞുപോയി അത് വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികളിലൂടെ പാർട്ടി മുന്നോട്ട് പോകും. അതുകൊണ്ട് ശിക്ഷ മരവിപ്പിച്ച് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോ അത് എക്കാലത്തും കേസ് തീർത്തു മാച്ചു കളഞ്ഞു, കുറ്റവിമുക്തരായി എന്നല്ല അതിന്റെ അർത്ഥം. അത് കൃത്യമായി CPM-ന്റെ പ്രവർത്തകന്മാർ, നേതാക്കന്മാർ മനസ്സിലാക്കണം. ഈ ശിക്ഷയിൽ നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളെ വിട്ടിയാക്കാതെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ജനങ്ങളെ പാർട്ടി ഭേദമെന്ന് തെരഞ്ഞെടുക്കപ്പെട്ടാൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയാൽ കോൺഗ്രസ് എന്നോ CPM എന്നോ BJP എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒന്നായി കാണേണ്ട ഒരു ജനപ്രതിനിധി 2 ചെറുപ്പക്കാരെ കൊല്ലാൻ നേതൃത്വം നൽകിയ കൊലയാളികൾക്ക് സംരക്ഷണം കൊടുത്തു എന്നതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട സാഹചര്യത്തിൽ ഒട്ടും വൈകാതെ ഈ നിമിഷം രാജിവെച്ച് പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് സമരം നടത്തിയത്. പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിയിടാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു.
ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് വൻ കഞ്ചാവ് വേട്ട. കാറിൽ കടത്തുകയായിരുന്ന 30 കിലോ കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. മുളിയാർ പൊവ്വലിലെ ബാസിത്താണ് പിടിയിലായത്. ബുധനാഴ്ച രാത്രിയിൽ കുണിയയിൽ വെച്ചാണ് കഞ്ചാവുമായി എത്തിയ വാഹനം ബേക്കൽ പോലീസ് പിടിച്ചത്. പെരിയ ഭാഗത്ത് നിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ പരിശോധക സംഘം തടയുകയായിരുന്നു. ഇതോടെ വാഹനത്തിലുണ്ടായിരുന്നവരിൽ 3 പേർ ഓടി രക്ഷപ്പെട്ടു. അനസ്, ഫാറൂഖ്, കബീർ എന്നിവരാണ് രക്ഷപ്പെട്ടത്. മുളിയാർ പോവലിലെ ബാസിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. 29.30 കിലോ കഞ്ചാവും പിടിച്ചെടുത്തു. കാർ, മൊബൈൽ ഫോൺ തുടങ്ങിയവയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബേക്കൽ ഡിവൈഎസ്പി വി മനോജിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ KP ഷൈൻ, SI-മാരായ ബാവ അക്കരക്കാരൻ, അജയ്, CPO-മാരായ വിനേഷ്, സാജൻ എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പരിശോധന നടത്തിയത്. സിറ്റി ഗ്യാസ് പദ്ധതി വഴി കാസർഗോഡ് ജില്ലയിലെ വീടുകളിലേക്ക് നേരിട്ട് പാചകവാതകം എത്തും. മാർച്ചിൽ അജാനൂർ പഞ്ചായത്തിൽ പദ്ധതി കമ്മീഷൻ ചെയ്യും. പ്രധാന പൈപ്പ് ലൈനിൽ നിന്ന് അനുബന്ധ റോഡുകളിലേക്കുള്ള പൈപ്പ് ലൈൻ ജോലികൾ പുരോഗമിക്കുകയാണ്. അജാനൂർ പഞ്ചായത്തിലെ വെള്ളിക്കോത്ത് ഭാഗങ്ങളിലാണ് പൈപ്പ് ലൈൻ ജോലികൾ പുരോഗമിക്കുന്നത്. മണ്ണിന്റെ ഘടനയനുസരിച്ച് 1 മീറ്റർ വരെ ആഴത്തിൽ കുഴിയെടുത്താണ് പോളി എത്തിലിൻ പൈപ്പ് സ്ഥാപിക്കുന്നത്. പ്രദേശത്തെ ഉപഭോക്താക്കളുടെ എണ്ണമനുസരിച്ച് വ്യാസം കൂടിയതും കുറഞ്ഞതുമായ പൈപ്പുകളാണ് ഇടുന്നത്. ഇതിനായി 60, 32, 30, 20 mm പൈപ്പുകളാണ് ഉപയോഗിക്കുന്നത്. വീടുകളിലേക്ക് കണക്ഷൻ നൽകാൻ 20 mm പൈപ്പാണ് ഉപയോഗിക്കുക. മഴ കാരണം പ്രവൃത്തി വൈകിയതാണ് കണക്ഷൻ നൽകാൻ കാലതാമസമുണ്ടായതിന് കാരണമെന്നാണ് അധികൃതർ പറയുന്നത്. കോട്ടപ്പാറയിലെ വിതരണ സ്റ്റേഷനിൽ നിന്നാണ് മാവുങ്കാൽ, വെള്ളിക്കോത്ത്, മടിയൻ വഴി കാഞ്ഞങ്ങാട്, കാസർഗോഡ് സംസ്ഥാന പാതയിലേക്ക് പ്രധാന ലൈൻ വഴി പാചകവാതകം എത്തിക്കുന്നത്. മടിയനിൽ നിന്ന് തെക്കോട്ടു നീങ്ങി കാഞ്ഞങ്ങാട് നഗരസഭയിലേക്കും വടക്കോട്ടു നീങ്ങി കാസർഗോഡ് ഭാഗത്തേക്കും പ്രധാന പൈപ്പ് ലൈൻ കടന്നുപോകും. കാഞ്ഞങ്ങാട് നഗരത്തിൽ അലാമിപ്പള്ളി വരെ പൈപ്പിടൽ ഏതാണ്ട് പൂർത്തിയായി. കാസർഗോഡ് നഗരത്തിലേക്കുള്ള പൈപ്പിടലും അന്തിമഘട്ടത്തിലാണ്. കാഞ്ഞങ്ങാട് നഗരത്തിൽ ഓഗസ്റ്റ് മാസത്തോടെ കണക്ഷൻ നൽകാനാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡിന്റെ കലോത്സവ താരം സച്ചു സതീഷിനെ സ്വീകരണം. കാഞ്ഞങ്ങാട്ടെ വാട്സപ്പ് ഗ്രൂപ്പായ JK ജംഗ്ഷന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഭരതനാട്യം, കേരള നടനം എന്നീ ഇനങ്ങളിൽ A ഗ്രേഡും കുച്ചിപ്പുടിയിൽ B ഗ്രേഡും നേടി സ്വന്തം അധ്വാനം കൊണ്ട് വിജയകിരീടമണിഞ്ഞ സച്ചു സതീഷിന് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. കാഞ്ഞങ്ങാട്ടെ വാട്സപ്പ് ഗ്രൂപ്പായ JK ജംഗ്ഷന്റെ നേതൃത്വത്തിലാണ് തോമാപുരം ഹയർ സെക്കൻഡറി സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ സച്ചു സതീഷിനും അമ്മ ബിന്ദു സതീഷ്, അമ്മയുടെ സഹോദരി ലക്ഷ്മി എന്നിവരെ പൂച്ചെണ്ടും പൊന്നാടിയും അണിയിച്ച് സ്വീകരിച്ചത്. JK ജംഗ്ഷൻ വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മിനും മാധ്യമപ്രവർത്തകനുമായ EV ജയകൃഷ്ണൻ അനുമോദന ഭാഷണം നടത്തി. സച്ചുവിന്റെ ജീവിതം മാതൃകാപരവും നൃത്തകലാ പഠനമാണ് തന്റെ ലക്ഷ്യമെന്നുമുള്ള തീരുമാനം പ്രശംസാർഹമാണെന്നും പൂച്ചെണ്ട് നൽകിക്കൊണ്ട് എഴുത്തുകാരൻ സുകുമാരൻ പെരിയച്ചൂർ അഭിപ്രായപ്പെട്ടു. വളരെ സന്തോഷമുള്ള ഒരു കലോത്സവമായിരുന്നു കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം. ഒരു സാധാരണ വീട്ടിൽ നിന്നും ഒരു സാധാരണക്കാരൻ ഔന്നത്യത്തിലേക്ക് എത്തിയ ഒരു കലോത്സവം തിരുവനന്തപുരത്ത് വെച്ച് നടന്നു. അതും കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ. അവിടെ കേരള നടനം, അതുപോലെ ഭരതനാട്യം, കുച്ചിപ്പുടി തുടങ്ങിയ ഇനങ്ങളിൽ മികച്ച വിജയം നേടി. 2 ഇനങ്ങളിൽ A ഗ്രേഡും, ആദ്യമായിട്ട് കുച്ചിപ്പുടിയിൽ അരങ്ങേറിയത് കൊണ്ടാവാം B ഗ്രേഡുമായിട്ട് മികച്ച നേട്ടം നേടിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സച്ചു സതീഷ് ഇന്ന് കേരളത്തിൻ്റെ ഈ കലോത്സവത്തിലെ താരമായി വളർന്നിരിക്കുന്ന സച്ചു സതീഷിനും കുടുംബത്തിനും ഈ കാഞ്ഞങ്ങാടിലെ പൗരപ്രമുഖർ നൽകുന്ന സ്വീകരണമാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. കഷ്ടപ്പാടുകൾക്കിടയിലും കലയെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ കഴിയുന്നതിന്റെ സന്തോഷത്തിലാണ് സച്ചു. പിന്നെ വലിയ ടെൻഷൻ ഇല്ലാതെയാണ് കലോത്സവത്തിന് പോയിട്ട് വന്നത്. കാരണം കഴിഞ്ഞ 2 വർഷവും പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കലോത്സവത്തിന് പോകാറുള്ളത്. പക്ഷേ ഈ വർഷം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കായാലും മുത്തമ്മയ്ക്കായാലും വലിയ ടെൻഷൻ ഇല്ലാതെയാണ് എൻ്റെ കൂടെ കലോത്സവത്തിന് വന്നത്. മകന്റെ നേട്ടത്തിൽ അമ്മ ബിന്ദുവും സന്തോഷം പങ്കുവച്ചു. പിന്നെ എനിക്ക് ഒന്ന് പറയാനുള്ളത്, ജയകൃഷ്ണനാണ് നമ്മുടെ ഈ എൻ്റെ വിഷമങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം മാതൃഭൂമിയിലൂടെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് തന്നെ എല്ലാം സംസാരിച്ചു. അതുകൊണ്ട് നമുക്ക് ഈ വർഷത്തെ കലോത്സവത്തിലേക്ക് സച്ചു ഞാനും ഹാപ്പിയാണ്. വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ തിരുവനന്തപുരം നഗരിയിലേക്ക് പോകാൻ തയ്യാറെടുപ്പുണ്ടായത്.
സാമൂഹ്യ പ്രവർത്തകരായ MK വിനോദ് കുമാർ, A അഹമ്മദ് ഹാജി എന്നിവർ പൊന്നാടിയണിയിച്ചു. മാരിയമ്മൻ ക്ഷേത്രം ട്രസ്റ്റി ചെയർമാൻ B മുകുന്ദപ്രഭു, PM അബ്ദുൽ നാസർ, സിനി ആർട്ടിസ്റ്റ് സിജി രാജൻ, അനീഷ് ചായൂത്ത്, നന്ദകിഷോർ സുകുമാരൻ എന്നിവർ പങ്കെടുത്തു. സച്ചു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കലാകാരനായി മാറി എന്നുള്ളതാണ്. അദ്ദേഹത്തെ ഈ രൂപത്തിലേക്ക് എത്തിക്കുന്നതും അതേപോലെ കാഞ്ഞങ്ങാട്ടെ പൗരാവലിക്ക് മുമ്പിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നതും മാതൃഭൂമിയിൽ കൂടി ജയകൃഷ്ണനാണ്. JK ജംഗ്ഷനിൽ കൂടി വാട്സപ്പ് ഗ്രൂപ്പ് ചെയ്ത സേവനങ്ങൾ വളരെ വലുതാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ 55ാം വാർഷികത്തിന്റെ നിറവിൽ ആഘോഷത്തിന്റെ ഭാഗമായി സുവനീർ പുറത്തിറക്കി. അജാനൂർ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ 55ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയ സുവനീർ മലപ്പുറത്ത് വെച്ച് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി പ്രകാശനം ചെയ്തു. നമ്മുടെ സ്കൂളിന്റെ 55ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു സുവനീർ പ്രിന്റ് ചെയ്യുകയും ചില സാങ്കേതിക കാരണവശാൽ ഏകദേശം 2 വർഷം നീണ്ടുപോയി 55ാം വർഷം കഴിഞ്ഞു. പരിപാടികളൊക്കെ കഴിഞ്ഞ് സുവനീർ ഇറക്കാൻ പറ്റിയ ചില സാങ്കേതിക കാരണങ്ങൾ എന്താണെന്നുള്ള വിശദീകരിക്കാനൊന്നും നിൽക്കുന്നില്ല. എന്തായാലും ചില സാങ്കേതിക കാരണവശാൽ അത് നീണ്ടുപോയി. ആ പുസ്തകം ഇറക്കുന്നതിൽ, സോവനീർ ഇറക്കുന്നതിൽ എന്തായാലും കഴിഞ്ഞ ഒരു മാസം മുമ്പിൽ വളരെ നല്ല രീതിയിൽ തന്നെ നമ്മളത് പ്രിൻ്റ് ചെയ്ത ആൾക്കാരും അത് പിന്നെ ഡിസൈൻ ചെയ്ത ആൾക്കാരൊക്കെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അവർ ഒരു മാസം മുമ്പിൽ തന്നെ നമ്മളെ ഏൽപ്പിക്കുകയും ഈ സോവനീർ പ്രകാശനം ചെയ്യുന്നത് നമ്മുടെ നിയമസഭ ഉപനേതാവ്, ഓപ്പോസിഷൻ ലീഡർ, അദ്ദേഹത്തെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം നമ്മൾക്കുണ്ടായിരുന്നു. മുൻ MLA അബ്ദുറഹിമാൻ രണ്ടത്താണി, സ്കൂൾ ചെയർമാൻ അഷ്റഫ് MB മൂസ, 55ാം വാർഷിക ട്രഷറർ M ഹമീദ് ഹാജി, ജനറൽ കൺവീനർ EK മൊയ്തീൻ കുഞ്ഞി, PTA പ്രസിഡന്റ് V അബ്ദുറഹിമാൻ, A ഹമീദ് ഹാജി, AP ഉമർ തുടങ്ങിയവർ മലപ്പുറത്ത് നടന്ന ചടങ്ങിൽ സംബന്ധിച്ചു. ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വിതരണോദ്ഘാടനം സ്കൂൾ മാനേജർ ഡോക്ടർ MA അബ്ദുൽ ഹഫീസ് നിർവഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് V അബ്ദുറഹിമാൻ, പ്രിൻസിപ്പാൽ PV സുധ, പ്രധാനാധ്യാപകൻ R അസീസ് എന്നിവർക്ക് നൽകിക്കൊണ്ടാണ് വിതരണോദ്ഘാടനം നിർവഹിച്ചത്. ചടങ്ങിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. ഇടവേള. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുക. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്.
ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്രാ ഫേഷ്യൽ, മെഡിഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895 413 028. വാർത്തകൾ തുടരുന്നു. പെരിയ എസ്.എൻ. കോളേജ് മലയാള വിഭാഗം ദൃശ്യകലാ പഠനത്തിന്റെ ഭാഗമായി ചാക്യാർ കൂത്ത് അവതരിപ്പിച്ചു. കലാമണ്ഡലം അനൂപ്, കലാമണ്ഡലം വിപിൻ എന്നിവരാണ് കൂത്ത് അവതരിപ്പിച്ചത്. വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറ്റം നടത്തുന്ന പെരിയ എസ്.എൻ. കോളേജ് മലയാള വിഭാഗം ദൃശ്യകലാ പഠനത്തിന്റെ ഭാഗമായാണ് ചാക്യാർ കൂത്ത് അവതരിപ്പിച്ചത്. കുട്ടികൾക്ക് നവീനമായ കലാനുഭവം സാധ്യമാക്കിയ പരിപാടിയിൽ കലാമണ്ഡലം അനൂപ്, കലാമണ്ഡലം വിപിൻ എന്നിവർ കൂത്ത് അവതരിപ്പിച്ചു. എല്ലാവരും എത്തി. കാരണം രാജാക്കന്മാര് പുറപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആളുകൾ പുറപ്പെടുന്ന പോലെയല്ല. സാധാരണ ആളുകളൊക്കെ പുറപ്പെടുന്നത് 2ാമത്തെ നോമിനിട്ട് പുറപ്പെട്ടാൽ മതി, അങ്ങനെയല്ലേ? എന്നാൽ മുഖ്യന്മാരായിട്ടുള്ള ആളുകൾ പുറപ്പെടുമ്പോൾ എങ്ങനെയാ? ഇടക്ക് നടക്കാൻ ആളുകള്, വലത്ത് നടക്കാൻ ആളുകള്, പിന്നിൽ നടക്കാൻ ആളുകള്, മുമ്പിൽ നടക്കാൻ ആളുകള്. അങ്ങോട്ട് നോക്കാൻ ആരോ എഴുന്നള്ളി വരുന്നുണ്ട് കേട്ടോ. വരുന്നത് കണ്ടാ അറിയാം അദ്ദേഹം കേമനായിട്ടുള്ള ഒരാളാണ്. ഈ പരിപാടി നടത്താൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും മാനേജ്മെന്റിന്റെ ഭാഗത്തും കൗൺസിലിന്റെ ഭാഗത്തും ഉന്നയിക്കുകയും അതിനുള്ള എല്ലാ സഹായ സഹകരണവും ഈ നിമിഷം വരെയും ചെയ്തു തന്നിട്ടുണ്ട്. ടീച്ചറോട് നന്ദി പറയുക എന്നത് ഒരു ഔദ്യോഗികതയാണ്. അതുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. ഏറ്റവും നിറഞ്ഞ സ്നേഹം എൻ്റെ ഹേമലത ടീച്ചറിനെ ഞാൻ അറിയിക്കുന്നു. ഒപ്പം പ്രിൻസിപ്പാളായി വന്ന നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട, ഏറ്റവും പ്രിയപ്പെട്ട ലത ടീച്ചർ ഇന്നലെ രാത്രിയിലും ഇന്ന് ഈ സമയം വരെയും ഒപ്പം നമ്മളോടൊപ്പം ഉണ്ടാവുകയും ഇതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും എല്ലാ സഹായങ്ങളും വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും നൽകിയിട്ടുണ്ട്. വെറും വാക്കാൽ പറയുക മാത്രമല്ല, ഒപ്പം നിൽക്കുന്നുണ്ട് ഈ നിമിഷത്തിലും. ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മളുടെ പ്രിൻസിപ്പാളിന് എല്ലാ സ്നേഹവും എല്ലാ നന്ദിയും ഞാൻ ഈ സമയത്തിൽ അറിയിക്കുകയാണ്. കോളേജ് പ്രിൻസിപ്പാൾ ലത ഇഎസ് ആമുഖ ഭാഷണം നടത്തി. മലയാളം വിഭാഗം അധ്യാപിക ജിഷ വി.കെ. സ്വാഗതം പറഞ്ഞു. അഭിലാഷ് കുമാർ ചടങ്ങിന് നന്ദി അറിയിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിയ. ചെറുവത്തൂർ ഫെസ്റ്റ് സമാപിച്ചു. സമാപന സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. അമ്യൂസ്മെന്റ് ഉൾപ്പെടെയുള്ള വിവിധ വിനോദ പരിപാടികളും വിപണന സ്റ്റാളുകളും എല്ലാ ദിവസവും കലാ സാംസ്കാരിക പരിപാടികളും ഒരുക്കിയ ചെറുവത്തൂർ ഫെസ്റ്റിന്റെ സമാപന സമ്മേളനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് 2688.66 കോടി രൂപ ആരോഗ്യ മേഖലയിൽ മാത്രം ചെലവഴിക്കണം എന്ന്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്യാൻസർ രോഗികളുണ്ട്, കിഡ്നിക്ക് തകരാറുള്ള ഒരുപാട് ആളുകളുണ്ട്, ലിവറിന് അസുഖം വന്ന ആളുകളുണ്ട്. ലിവറിൻ്റെയും കിഡ്നിയുടെയും അസുഖം വ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരേ ഒരു മാർഗം അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ്. കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെങ്കിൽ അവയവം ദാനം ചെയ്യാൻ ആരെങ്കിലും തയ്യാറാകണം. ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെങ്കിൽ അതിനും അവയവദാനം നടത്താൻ ആരെങ്കിലും തയ്യാറാകണം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി KJ സജി മുഖ്യാതിഥിയായി പങ്കെടുത്തു.
സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ സി രഞ്ജിത്ത്, രക്ഷാധികാരി പി മുസ്തഫ, KV സുധാകരൻ, T നാരായണൻ, മുകേഷ് ബാലകൃഷ്ണൻ, P രാജീവൻ, ഡോക്ടർ KV ഭാസ്കരൻ, K ബാലകൃഷ്ണൻ, K രാഘവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പുതുക്കൈ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവം ഫെബ്രുവരി 8 മുതൽ 11 വരെ തീയതികളിൽ നടക്കും. അന്നദാനത്തിനുള്ള ജൈവ പച്ചക്കറിയുടെ 1ാം ഘട്ട വിളവെടുപ്പ് നടന്നു. 19 സംവത്സരങ്ങൾക്ക് ശേഷമാണ് പുതുക്കൈ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത്. ഫെബ്രുവരി 8 മുതൽ 11 വരെ തീയതികളിലാണ് മഹോത്സവം നടക്കുക. മഹോത്സവത്തിനെത്തുന്ന ഭക്തർക്ക് അന്നദാനം ഒരുക്കുന്നതിനായി ജൈവ പച്ചക്കറി കൃഷി ഒരുക്കി. 1ാം ഘട്ട വിളവെടുപ്പ് അടുക്കത്തുപറമ്പ് കക്കാട്ടുമഠത്തിൽ കോവിലകം വക വയലിൽ വെച്ച് നടന്നു. വിളവെടുപ്പ് നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. ഈ വരുന്ന ഫെബ്രുവരി 8 മുതൽ പുതുക്കൈ മുച്ചിലോട്ട് നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിൻ്റെ സദ്യ ഒരുക്കുന്നതിനുള്ള വിഭവ സമാഹരണത്തിൻ്റെ ഭാഗമായി അടുക്കത്തുപറമ്പ് ഏരിയ കമ്മിറ്റി നടത്തിയിട്ടുള്ള പച്ചക്കറി വിളവെടുപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇവിടുത്തെ മാതൃസമിതിയും അതുപോലെ എല്ലാ നാട്ടുകാരും ഒരുമിച്ച് ചേർന്നു എന്നുള്ളതാണ് ഈ ഒരു കൃഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു ഉത്സവം എങ്ങനെയാണ് ജനകീയമാക്കി മാറ്റുക എന്നുള്ളത് ഇവിടെ തെളിയിക്കപ്പെടുകയാണ്. ഇവിടെ നമ്മുടെ കക്കാട്ട് കോവിലകത്തിൻ്റെ സ്ഥലമാണ്. അതിവിടെ സൗജന്യമായി അനുവദിക്കുകയും ഇവിടുത്തെ എല്ലാ നാട്ടുകാരും ചേർന്നുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം, കാരണം പ്രതികൂലമായ കാലാവസ്ഥയൊക്കെ അതിനിടയിൽ ഉണ്ടായിരുന്നു, എന്നിട്ട് പോലും അതിനെ പരിചരിച്ച് നല്ല രൂപത്തിലുള്ള വിളവുണ്ടാക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മടിക്കൈ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് V പ്രകാശൻ, കോവിലകം അധികാരി മഹാപ്രഭ തമ്പുരാട്ടി, ക്ഷേത്രം കോയിമമാർ, ആചാരസ്ഥാനികർ, ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, മാതൃസമിതി അംഗങ്ങൾ, ക്ഷേത്രം ബാല്യക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജൈവ പച്ചക്കറി കൃഷിയുടെ 2ാം ഘട്ട വിളവെടുപ്പ് ജനുവരി 12 ഞായറാഴ്ച വൈനിങ്ങാൽ വയലിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാംസ്യവും വിറ്റാമിനുകളും ധാതുലവണങ്ങളും നാരും അടങ്ങിയിട്ടുള്ള വളരെ പ്രാധാന്യമുള്ള ഭക്ഷണ പദാർത്ഥമാണ് കൂൺ. അഭ്യസ്ത വിദ്യരായ യുവതീ യുവാക്കൾക്കും വീട്ടമ്മമാർക്കും കാര്യമായ മുതൽ മുടക്കില്ലാതെ കൂൺ കൃഷി ആരംഭിക്കുന്നതിനും ന്യായമായ വരുമാനം ഉണ്ടാക്കുന്നതിനും സാധിക്കുമെന്നത് ഇതിന്റെ വാണിജ്യ സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. ഹരിതരഹിതമായ സസ്യങ്ങളിൽ ഉൾപ്പെടുന്ന ഭക്ഷ്യയോഗ്യമായ ഒരു വിഭാഗം കുമിളുകളുടെ മാംസങ്ങളായ പ്രത്യുൽപാദന അവയവമാണ് കൂൺ. മാംസബുക്കുകൾക്കും രുചിയേറിയ ഒരു ഭക്ഷണ വിഭവമാണിത്. ഓരോ വർഷം കഴിയുന്തോറും പ്രകൃതിയിൽ നിന്നുള്ള കൂണിന്റെ ലഭ്യത വളരെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ കൂൺ കൃഷി വ്യാപകമാക്കിയാൽ മാത്രമേ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാൻ സാധിക്കൂ. മറ്റു കൃഷികളെ അപേക്ഷിച്ച് കൂൺ കൃഷി ചെയ്യാൻ വളരെ കുറച്ച് സ്ഥലമേ ആവശ്യമുള്ളൂ. സൂര്യപ്രകാശം ആവശ്യമില്ലാത്ത കൂൺ കൃഷി നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മ കുറയ്ക്കുവാൻ ഒരു പരിധിവരെ സഹായിക്കുകയും ചെയ്യും. ഇത് ഒരു തൊഴിലധിഷ്ഠിത വ്യവസായമാണ്. മുതൽ മുടക്ക് വളരെ കുറച്ചു മാത്രം മതി എന്നതാണ് ആകർഷകമാകുന്നത്. കൂടാതെ നിശ്ചിത അളവ് മാധ്യമത്തിൽ നിന്നും യൂണിറ്റ് വിസ്തൃതി സ്ഥലത്തു നിന്നും ഏറ്റവും കൂടുതൽ ഉൽപാദനവും കൂൺ കൃഷിയുടെ പ്രത്യേകതയാണ്. കൂൺ കൃഷിക്ക് മറ്റ് കൃഷികളിൽ നിന്നും ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളായ വൈക്കോൽ, കരിമ്പിൻ ചണ്ടി, തവിട്, അറക്കപ്പൊടി, ചകിരിച്ചോറ് മുതലായവയാണ് ഉപയോഗിക്കാറ്. നമ്മുടെ കാർഷികാവശിഷ്ടങ്ങളും വ്യാവസായികാവശിഷ്ടങ്ങളും മണ്ണിൽ ലയിച്ചു ചേരാൻ കാലതാമസം ഉണ്ടാകുന്നു. അതിനെ ഒരു കൂൺ കൃഷിക്ക് മാധ്യമമാക്കിയാൽ അവ വളരെ വേഗം മണ്ണിൽ ലയിപ്പിക്കാൻ പാകമാക്കും. കൂട്ടത്തിൽ കൂൺ എന്ന പോഷകസമൃദ്ധമായ ഒരു ആഹാരവസ്തു ലഭ്യമാവുകയും ചെയ്യും. കൂണുകൾ പ്രകൃതിയിൽ സ്വമേധയാ വളരുന്നുണ്ട്. വർഷകാലത്തിന് മുമ്പുള്ള പുതുമഴ ലഭിക്കുമ്പോൾ വനപ്രദേശങ്ങളിലും ജൈവാംശം ധാരാളമുള്ള പറമ്പുകളിലും കൂൺ ഉണ്ടാകുന്നു. പ്രകൃതിയിൽ ഉണ്ടാകുന്ന കൂണുകൾ നിശ്ചിത സമയത്ത് കണ്ടെത്തി പറിച്ചെടുത്താൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല അവ ഭക്ഷ്യയോഗ്യമാണോ എന്ന് തിരിച്ചറിയാൻ പലർക്കും കഴിഞ്ഞില്ല എന്നും വരാം. വർഷങ്ങളായി പിലിക്കോട് ഉത്തരമേഖല പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ പ്ലാന്റ് പാത്തോളജി ആൻഡ് മൈക്രോബയോളജി വിഭാഗത്തിന് കീഴിൽ കൂൺ ഉൽപാദന യൂണിറ്റും കൂൺ വിത്ത് ഉൽപാദന യൂണിറ്റും പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ T വനജ യൂണിറ്റിനു വേണ്ട പൂർണ്ണ പിന്തുണ നൽകി വരുന്നു. ദിവസേന കൂണുകളുടെ 10 ബെഡുകൾ ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. കൃഷിക്കാർക്കും താൽപ്പര്യമുള്ള ഗ്രൂപ്പുകൾക്കും കൂൺ കൃഷി പരിശീലനവും കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നൽകി വരുന്നുണ്ട്. ഗവേഷണ കേന്ദ്രത്തിൽ നടന്നുവരുന്ന ഫാം കാർണിവലിനെത്തുന്ന കൂൺ കൃഷി ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഡോക്ടർ P രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നിർദ്ദേശങ്ങൾ നൽകി വരുന്നുമുണ്ട്. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.
ഉദിനൂർ സൗത്ത് ഇസ്ലാമിയ ALP സ്കൂൾ ശതാബ്ദി ആഘോഷ ഭാഗമായി സംഘടിപ്പിച്ചു ഉത്തരമേഖല സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിന് ആവേശകരമായ സമാപനം. വാശിയേറിയ മത്സരത്തിൽ പള്ളിക്കര സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ജേതാക്കളായി. ഉദിനൂർ പരത്തിച്ചാലിലെ സൗത്ത് ഇസ്ലാമിയ സ്പോർട്സ് അക്കാദമി മൈതാനത്ത് നടന്ന കലാശപ്പോരിൽ നിശ്ചിത സമയം ഇരു ടീമുകളും 2 ഗോളുകൾ വീതം നേടി. മത്സരം സമനിലയിൽ കലാശിച്ചതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് വിജയികളെ കണ്ടെത്തിയത്. പെനാൽറ്റിയിൽ 2-നെതിരെ 4 ഗോളുകൾക്കാണ് പള്ളിക്കര സെന്റ് മേരീസ് സ്കൂൾ ടീം തൃക്കരിപ്പൂർ സെന്റ് പോൾ സ്കൂളിനെ പരാജയപ്പെടുത്തിയത്. 4 ദിവസങ്ങളിലായി നടന്ന ഫുട്ബോൾ മാമാങ്കത്തിന്റെ ഫൈനൽ മത്സരത്തിൽ മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ താരം M. സുരേഷ് കളിക്കാരുമായി പരിചയപ്പെട്ടു. സമാപന സമ്മേളനത്തിൽ പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം വിന്നേഴ്സിനുള്ള 10,000 രൂപ പ്രൈസ് മണിയും ട്രോഫിയും വിതരണം ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് സൗത്ത് ഒരു വേറിട്ട പ്രവർത്തനം ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ഉത്തരമേഖല അണ്ടർ 12 ഫുട്ബോൾ ടൂർണമെന്റാണ് കഴിഞ്ഞ 3 ദിവസക്കാലമായിട്ട് വളരെ വാശിയോടെ വളരെ ആവേശത്തോടെ ഇവിടെ നടത്തി വരുന്നത്. ഫുട്ബോൾ എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു കായിക മേഖലയാണ്. ഏറെ സാധ്യതകളുള്ള ഒരു മേഖല കൂടിയാണ്. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ M. മനു റണ്ണേഴ്സിനുള്ള ട്രോഫി വിതരണം ചെയ്തു. സുബേദാർ ബിജു P. നായർ, മുൻ കൽട്രോൺ താരം C. തമ്പാൻ, സ്കൂൾ PTA പ്രസിഡന്റ് M. സജേഷ് കുമാർ, പ്രധാനാധ്യാപകൻ AC അത്താവുള്ള, UP ഷറഫുദ്ദീൻ, വളപട്ടണം റഷീദ്, C. അബ്ദുൽ സത്താർ, തേളപ്പുറത്ത് ബാബു തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. തുടർന്ന് തൃക്കരിപ്പൂർ സൺഡേ വെറ്ററൻസ് ടീമും മുതിരൂർ വെറ്ററൻസ് ടീമും തമ്മിൽ പ്രദർശന ഫുട്ബോൾ മത്സരവും നടന്നു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ജെബി മേത്തൻ MP നയിക്കുന്ന സാസ് യാത്രയ്ക്ക് കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി ഉജ്ജ്വല സ്വീകരണം നൽകി. KPCC രാഷ്ട്രീയ കാര്യസമിതി അംഗം അഡ്വക്കേറ്റ് AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ജെബി മേത്തൻ MP നയിക്കുന്ന സാഹസ് യാത്രയ്ക്ക് മഹിളാ കോൺഗ്രസ് കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റി സ്വീകരണം നൽകി. KPCC രാഷ്ട്രീയ കാര്യസമിതി അംഗം അഡ്വക്കേറ്റ് AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം നല്ല അഭിപ്രായം പറയണമെങ്കിൽ ഒരുപാട് അധ്വാനിക്കാമെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. ചെറിയ രീതിയിലൊന്നും അധ്വാനിച്ച അദ്ദേഹം നല്ല അഭിപ്രായം പറയില്ല. പക്ഷെ മഹിളാ കോൺഗ്രസിന്റെ ഈ ഒരു യാത്ര, സാഹസ യാത്ര നല്ല തുടക്കമായി. ഞാൻ യഥാർത്ഥത്തില് ഈ പാർട്ടി കുറെ കാലത്തിന് ശേഷം നടത്തുന്ന ഏറ്റവും വലിയൊരു പ്രോഗ്രാമായിട്ട് ഈ യാത്രയെ കാണുകയാണ്. മുഴുവൻ മണ്ഡലങ്ങളിലും സംസ്ഥാന അധ്യക്ഷയും സംസ്ഥാന ഭാരവാഹികളും കടന്നില്ലുക, അവിടെ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക. മഹിളാ കോൺഗ്രസ് കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് N. പ്രീത അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ മുഖ്യാതിഥിയായി. ജാഥ ലീഡർ ജെബി മേത്തൻ MP, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ രജനി രമാനന്ദ്, ലക്ഷ്മി KR, ജയലക്ഷ്മി ദത്തൻ, നസീമ ഖാദർ, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി ചന്ദ്രൻ, മുൻ DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. മണ്ഡലം സെക്രട്ടറി ജയശ്രീ മുറിയനാവി സ്വാഗതവും പ്രിയ ഒഴിഞ്ഞവളപ്പ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള കൂടി. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റും? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. കൺഗ്രാറ്റുലേഷൻസ് ഫോർ യുവർ ടൈംലി ഗുഡ് സർവീസ്. ഓൾ ഓഫ് യുവർ ഗുഡ് നഴ്സസ്. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു.
ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, ക്രോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors, അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറുക മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓ, എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. നിങ്ങൾക്കും പോയിക്കൂടെ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിൽ? എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്ര ചികിത്സാ രംഗത്ത് നൂതന സാങ്കേതികതയുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോട്ടച്ചേരി. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, പരപ്പ. ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ്, മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോടതികൾക്ക് മുന്നിൽ കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. കാസർഗോഡ് സംഘടിപ്പിച്ച പ്രകടനം സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഭാനുപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. കോടതികളുടെ സംയോജനം നടപ്പിലാക്കുക. വകുപ്പിലെ തസ്തികകൾ സംരക്ഷിക്കുക. കോടതികളിൽ ഓൺലൈൻ സ്ഥലംമാറ്റം നടപ്പിലാക്കുക. സിവിൽ ക്രിമിനൽ കോടതികളുടെ സംയോജനം നടപ്പിലാക്കുക. വകുപ്പിലെ തസ്തികകൾ സംരക്ഷിക്കുക. സ്പെഷ്യൽ റൂൾ നടപടികൾ പൂർത്തിയാക്കുക. ജോലിഭാരത്തിന് അനുസൃതമായി തസ്തികകൾ സൃഷ്ടിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോടതികൾക്ക് മുന്നിൽ കേരള NGO യൂണിയന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. കാസർഗോഡ് സംഘടിപ്പിച്ച പ്രകടനം സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഭാനുപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി T ദാമോദരൻ, PD രതീഷ്, A വേണുഗോപാലൻ, C പ്രദീപ് എന്നിവർ സംസാരിച്ചു. ഹൊസ്ദുർഗിൽ നടന്ന പ്രകടനം ജില്ലാ ട്രഷറർ M ജിതേഷ് ഉദ്ഘാടനം ചെയ്തു. TV ഹേമലത, PV രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഹിളാ കോൺഗ്രസ് സാഹസ് യാത്രയ്ക്ക് കോടോംബേളൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് മഹിളാ കോൺഗ്രസ് കോടോംബേളൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. സ്വീകരണ പരിപാടി DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള 4 ആൾക്ക് 5 വർഷം. ഇത് താൽക്കാലിക മാത്രമാണ്. അതിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വലിയ നിയമ പോരാട്ടം മുന്നോട്ട് പോകും. സ്റ്റേ മാറ്റും. വീണ്ടും ജയിലിലടക്കപ്പെടുന്നവരെ ഒരു തർക്കമില്ല. താൽക്കാലിക സ്റ്റേ മാത്രമേ കിട്ടൂ.
അത് കേസിന്റെ സാങ്കേതികമായി കിട്ടുന്ന കാര്യം. അതിപ്പോ CPM-ന്റെ നേതാക്കന്മാര് വലിയ ആഘോഷം നിർത്തും, ഒരു തർക്കമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയമ പോരാട്ടമായി മുമ്പോട്ട് പോകും. ഞാൻ പറയട്ടെ, ആ കൊന്ന കൊലയാളികളുടെ വീട്ടിൽ പോകുന്നത് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച തൃക്കരിപ്പൂരിലെ MLA രാജഗോപാലൻ, ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഉദുമയിലെ കുഞ്ഞമ്പു, മുൻ MLA സതീഷ് ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്തിന്റെ അധ്യക്ഷ ബേബി ബാലകൃഷ്ണൻ ഉൾപ്പെടെ മുൻ MP കരുണാകരൻ ഉൾപ്പെടെ കൊലയാളികളുടെ വീട്ടിൽ പോയി കൊല ചെയ്ത് ശിക്ഷിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന ആളുകളുടെ വീട്ടിൽ പോകുന്നു. മഹിളാ കോൺഗ്രസ് കൊടുമ്പേളൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് തങ്കമണി C അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി സജിത ശ്രീകുമാർ സ്വാഗതം പറഞ്ഞു. ജബി മേത്തർ MP, മിനി ചന്ദ്രൻ, BP പ്രദീപ് കുമാർ, ധന്യ സുരേഷ്, മധുസൂദനൻ ബാലൂർ, V ബാലകൃഷ്ണൻ മാണിയൂർ, അനിത രാമകൃഷ്ണൻ, ജോളി വിൻസൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ചെരുമ്പ പെരിയാട്ടടുക്കം റോഡിൽ ഇരുവശത്തേക്കുമുള്ള സഞ്ചാരപാത ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിരാഹാര സമര പ്രഖ്യാപന കൺവെൻഷൻ വെള്ളിയാഴ്ച നടക്കും. NH66 ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ചെരുമ്പ പെരിയാട്ടടുക്കം റോഡിൽ ഇരുവശത്തേക്കുമുള്ള സഞ്ചാരപാത ആവശ്യപ്പെട്ടുകൊണ്ട് NH66 ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന നിരാഹാര സമര പ്രഖ്യാപന കൺവെൻഷൻ വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നടപ്പാത ആവശ്യപ്പെട്ടുകൊണ്ട് 2 വർഷക്കാലമായി സമരമുഖത്താണ്. അധികാരികളുടെ കണ്ണു തുറപ്പിക്കാനും അവകാശങ്ങൾ നേടിയെടുക്കാനും വേണ്ടിയാണ് തുടർ സമരങ്ങൾ നടത്തുന്നതെന്ന് ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. അപ്പോൾ ഈ രണ്ടും ഭാഗത്തേക്ക് കടന്നു പോകാനുള്ളൊരു അടിപ്പാത അവിടെ വേണം, നിർബന്ധമായി നമുക്ക് വേണം. അത് കിട്ടിയില്ലെങ്കിൽ വളരെ പ്രയാസമാണ്. പിന്നെ മാത്രമല്ല, അതുവഴി കടന്നു പോകുമ്പോൾ നമുക്ക് ഈ റോഡ് സർവീസ് റോഡുണ്ടല്ലോ, ഈ സർവീസ് റോഡ് പോകുമ്പോൾ നടന്നിട്ട് പോകാനുള്ള ഫുട്പാത്തില്ല. നടന്നിട്ട് പോകാനുള്ള കുട്ടികൾ എങ്ങനെ പോകും? ഈ മദ്രസയിൽ പോകുന്ന സ്കൂളിൽ പോകുന്ന കുട്ടികൾ എങ്ങനെ പോകും? ഫുട്പാത്തില്ല. അതായത് അശാസ്ത്രീയപരമായിട്ടാണ് ഈ റോഡിൻ്റെ നിർമ്മാണമുള്ളത്. ഞങ്ങൾക്കതിൽ നാട്ടുകാർക്ക് പ്രതിഷേധമുണ്ട്. കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പ്രതിഷേധത്തിലുള്ളത്. പിന്നെ നമ്മളിപ്പോൾ 14-ാം തീയതി നിരാഹാര സമരം ഉണ്ട് കളക്ടറേറ്റിൽ. അതിൻ്റെ ഭാഗമായിട്ട് അത് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് 10-ാം തീയതി വെള്ളിയാഴ്ച 10-ാം തീയതി നമ്മൾ ഒരു 3:30 മണിക്ക് ഒരു 3000 ആൾക്കാർ പങ്കെടുപ്പിച്ചിട്ടുള്ളൊരു കൺവെൻഷൻ ഉണ്ട്. KM ബഷീർ, TM അബ്ദുൽ ഹമീദ്, CH ഉമറുൽ ഫാറൂഖ്, അബ്ദുൽ റൌഫ്, ഫൈസ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തലപ്പാടി ടോൾഗേറ്റ് ഉദ്യോഗസ്ഥരുടെ വിവേചന നയത്തിനും ജീവനക്കാരുടെ ഗുണ്ടായിസത്തിനുമെതിരെ വൻ പ്രതിഷേധ റാലി. മഞ്ചേശ്വരം ടോൾഗേറ്റ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റാലിയിൽ പ്രദേശവാസികളുടെ പ്രതിഷേധം മണപൊട്ടിയൊഴുകി. ഐക്യദാർഢ്യവുമായി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എത്തിയത് പ്രതിഷേധാഗ്നിയെ ആളിക്കത്തിച്ചു. തലപ്പാടി ടോൾഗേറ്റ് സ്ഥാപിച്ചപ്പോൾ കേരളത്തിലെയും കർണാടകയിലെയും അതിർത്തിയിലെ 5 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവരെ ടോൾ പിരിവിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. എന്നാൽ ക്രമേണ ഇത് കർണാടക സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തുകയും കേരളത്തിൽ നിന്നുള്ളവർക്കുള്ള ഇളവ് ഒഴിവാക്കുകയും ഈ ഭാഗത്തു നിന്ന് പോകുന്ന വാഹനങ്ങൾക്ക് ഇപ്പോൾ ടോൾ പിരിക്കുകയും ചെയ്യുന്നു. ഇതുകൂടാതെ യാത്രക്കാർക്ക് നേരെ ടോൾഗേറ്റ് ജീവനക്കാരുടെ ഗുണ്ടായിസം ഉണ്ടാകുന്നതായും പരാതിയുണ്ട്. ഈ സാഹചര്യത്തിലാണ് നീതി ലഭ്യമാക്കുന്നതിനായി പ്രദേശവാസികളെ അണിനിരത്തി ടോൾഗേറ്റ് ആക്ഷൻ കമ്മിറ്റി ടോൾഗേറ്റ് പരിസരത്ത് പ്രതിഷേധ റാലി നടത്തിയത്. അതിർത്തി പ്രദേശത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ പ്രതിഷേധത്തിന്റെ ഭാഗമായി. തലപ്പാടി മേരി ആശ്രമം ചർച്ച് വൈസ് പ്രസിഡന്റ് ലിന ഡി കോസ്റ്റ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജീൻ ലവീന മൊന്തേരോ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ മുനീർ കടിപ്പള്ള, BV രമേശ്, DMK മുഹമ്മദ്, സൈഫുള്ള തങ്ങൾ, ഷെരീഫ് പാവൂർ, സിദ്ദിഖ് തലപ്പാടി, SM ബഷീർ, അബ്ദുൽ സലാം ഉച്ചിൽ, അഷ്റഫ് ബഡാജെ, ഹിദായത്തുള്ള, റഹീം ഉച്ചിൽ, മുഹമ്മദ് അലി ഗുഡ്ഡെ, ബഷീർ കനില തുടങ്ങിയവർ സംസാരിച്ചു. ജബ്ബാർ ബഹ്റൈൻ, സക്കറിയ മുസ്തഫ, അലിക്കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ആക്ഷൻ കമ്മിറ്റി കൺവീനർ അബ്ദുൽ റഹീം സ്വാഗതവും ഹസൈനാർ നന്ദിയും പറഞ്ഞു. സമരത്തിന് ഐക്യദാർഢ്യവുമായി വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെത്തിയത് പ്രതിഷേധാഗ്നിയെ ആളിക്കത്തിച്ചു. നാടിന്റെ വികസനം എന്ന് പറയുന്നത് ഓരോ പ്രദേശത്തും വികസനം വരുമ്പോൾ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമായിരിക്കണം. ജനങ്ങൾക്ക് വേണ്ടിയാണ് വികസനം വരുന്നത്. ഇവിടെ വികസനം വരുമ്പോൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ചില സമീപനങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് വന്നിരിക്കുന്നത്, പ്രതികരിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. തലപ്പാടി സൈഡിലുള്ള ആൾക്കാർക്ക് ടോളിന്റെ ഡിസ്കൗണ്ട് ഉണ്ട്.
അതേപോലെ മഞ്ചേശ്വരം ജനങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇല്ലാത്തതാണ് നമ്മളെ പ്രശ്നം. ഇവിടെ എത്രയോ ആൾക്കാർ ഒരു 5 കിലോമീറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നുണ്ട്. നിരവധി ആൾക്കാർ ജോലിക്ക് പോകുന്നുണ്ട്. അവരെ വണ്ടി എടുത്തിട്ട് പോകുമ്പോൾ രാവിലെ 110 റുപ്പീസും പിന്നെ വീണ്ടും 55 റുപ്പീസ് നമ്മൾ ഫാസ്ടാഗ് കൊടുത്തിട്ടില്ലെങ്കിൽ അടക്കേണ്ടി വരുന്നതാണ്. സാമാന്യ ജനങ്ങൾക്ക് ഡെയിലി ഇത്ര രൂപയും കൊടുത്തിട്ടായിട്ട് അവർ എങ്ങനെയാണ് ജീവനം ചെയ്യേണ്ടത്? അതുകൊണ്ടാണ് നമ്മൾ ഈ ടോൾ മഞ്ചേശ്വരക്കാർക്ക് ഡിസ്കൗണ്ട് തരണം പറഞ്ഞിട്ടായിട്ട് നമ്മൾ ഇന്ന് ഇവിടെ സൂചന സമരം തുടങ്ങിയിട്ടുണ്ട്. അങ്ങ് കർണാടകയിലെ ജനങ്ങൾക്ക് ഫ്രീ ആയി പാസ് നൽകുമ്പോൾ ഇവിടെയുള്ള മഞ്ചേശ്വരത്തിൻ്റെ കേരളത്തിൻ്റെ ജനങ്ങൾക്ക് പാസ് നൽകാതെ അനീതി നടപ്പിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു സൂചന സമരമാണ് ഇവിടെ ആക്ഷൻ കമ്മിറ്റി നടത്തിയിരിക്കുന്നത്. ഇതിന് കൃത്യമായി ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികൾ ഈ മഞ്ചേശ്വരത്തിൻ്റെ ഈ കേരളത്തിൻ്റെ ജനങ്ങൾക്ക് ഫ്രീ ആയി പാസ് അനുവദിക്കാത്തതുവരെ ഈ പോരാട്ടം ശക്തമായി തുടരുമെന്നാണ് അറിയിക്കുവാനുള്ളത്. മഞ്ചേശ്വരം പഞ്ചായത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും ടോൾ സൗജന്യമായി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന സമരമാണ്. ഈ സമരത്തെ പ്രതീകാത്മകമായ ഈ സമരത്തിനോട് ഐക്യദാർഢ്യം അർപ്പിച്ചുകൊണ്ടാണ് ടോൾ അധികൃതർ പെരുമാറിയിരിക്കുന്നത്. തീർച്ചയായിട്ടും മഞ്ചേശ്വരത്തെ ജനങ്ങൾക്ക് സൗജന്യ യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള സാഹചര്യം ലഭിക്കുമെന്ന് ഈ സമരത്തോടുകൂടെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇപ്പോൾ കർണാടകയിൽ കുറച്ച് പ്രദേശത്ത് മാത്രം ഈ സൗജന്യ യാത്ര നൽകിയിട്ടുണ്ട്, ടോൾ രഹിത യാത്ര. പക്ഷേ മഞ്ചേശ്വര പരിസരവാസികൾക്ക്, മഞ്ചേശ്വരം ഭാഗത്ത് തെക്ക് ഭാഗത്തേക്കുള്ള ജനങ്ങൾക്ക് ഇത് അനുവദിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള സമരമാണ് ഞങ്ങൾ ഇവിടെ നടക്കുന്നത്. ടോൾ ഗേറ്റ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ, പ്രവർത്തകർ, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ സാമൂഹിക സംഘടനാ നേതാക്കൾ, വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തകർ തുടങ്ങി 100 കണക്കിന് പേർ പങ്കെടുത്ത പ്രതിഷേധ സമരം തലപ്പാടി അതിർത്തി പ്രദേശത്തെ ഏറ്റവും വലിയ ജനകീയ സമരം തന്നെയായി മാറി. അബ്ദുൽ റഹ്മാനുത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിയ ഇരട്ടക്കൊല പതാക കേസ് ഹൈക്കോടതിയുടെ ജാമ്യം നേടിയ നേതാക്കൾക്ക് ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം. പെരിയ ഇരട്ടക്കൊല കേസിൽ കോടതി ശിക്ഷിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കാസർഗോഡ് വൻ കഞ്ചാവ് വേട്ട. കാറിൽ കടത്തുകയായിരുന്ന 30 കിലോ കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. സിറ്റി ഗ്യാസ് പദ്ധതി വഴി കാസർഗോഡ് ജില്ലയിലെ വീടുകളിലേക്ക് നേരിട്ട് പാചകവാതകം എത്തും. മാർച്ചിൽ അജാനൂർ പഞ്ചായത്തിൽ പദ്ധതി കമ്മീഷൻ ചെയ്യും. കാസർഗോഡിന്റെ കലോത്സവ താരം സച്ചു സതീഷിന് സ്വീകരണം. JK ജംഗ്ഷന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. അജാനൂർ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂൾ 55ാം വാർഷികത്തിന്റെ നിറവിൽ സുവനീർ പുറത്തിറക്കി. പെരിയ SN കോളേജ് മലയാള വിഭാഗം ദൃശ്യകലാ പഠനത്തിന്റെ ഭാഗമായി ചാക്യാർകൂത്ത് അവതരിപ്പിച്ചു. പുതുക്കൈ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ട മഹോത്സവം ഫെബ്രുവരിയിൽ നടക്കും. ജൈവ പച്ചക്കറിയുടെ വിളവെടുപ്പ് നടന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.